ഇറാന്റെ യുദ്ധതന്ത്രം വിറങ്ങലിച്ച് ഇസ്രായേൽ. അയൺ ഡോമും മറ്റു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൂട്ടത്തോടെ നഷ്ടമായി. ഇപ്പോൾ വരുന്ന ശക്തിയേറിയ മിസൈലുകൾ പതിക്കുന്നത് ഇസ്രായേലിന്റെ നെഞ്ചത്ത് തന്നെ. നാശനഷ്ടങ്ങളും ജനകീയ പ്രതിഷേധങ്ങളും നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തുന്നു. എവിടെയും കടന്നുകയറി ആരെയും കൊന്നുതള്ളുന്ന ഇസ്രായേലിന്റെ നീക്കങ്ങളെ ശക്തിയേക്കാളധികം ബുദ്ധി കൊണ്ടാണ് ഇറാൻ നേരിടുന്നത്. അതാണ് ലോകത്തെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇസ്രായേലിന്റെ പ്രതിരോധം പരാജയപ്പെട്ടു തുടങ്ങിയത്. തെക്കൻ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അതിന്റെ തെളിവാണ്. അറാദ് നഗരത്തിലും ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളുള്ള ഡിമോണയിലുമാണ് ഇറാൻ കനത്ത നാശം വിതച്ചത്. 90% കൃത്യതയുള്ള അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ബരാക്ക്-8, താഡ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രായേലിനുള്ളത്. ഇറാൻ ഇതിനെ നേരിട്ടത് 2 ഘട്ടങ്ങളായി നടപ്പിലാക്കിയ പദ്ധതികളിലൂടെയാണെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ആദ്യം വില കുറഞ്ഞ ഡ്രോണുകളും റഡാറുകളിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം ചെറിയ റഡാർ ക്രോസ് സെക്ഷനുള്ള ഡ്രോണുകളുമാണ് ഇറാൻ അയച്ചത്. കൂടാതെ ഡ്രോണുകൾ കൂട്ടത്തോടെ വഹിച്ചു. ഇവയെ തകർക്കാൻ ഇസ്രായേലിന് തങ്ങളുടെ വില കൂടിയ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വന്നു. അതുപോലെ ഇസ്രായേലിന്റെ റഡാറുകളെ ഇത് ആശയക്കുഴപ്പത്തിലുമാക്കി. അങ്ങനെ ഇന്റർസെപ്റ്ററുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ സമയത്താണ് ഇറാൻ ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ അയച്ചത്. ഇവ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്.